അമിതമായ മുടി കൊഴിച്ചിലും മുടിക്കുള്ളില്ലായ്മയുമൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. എന്നാൽ പിന്നെ നിങ്ങളുടെ കൈക്ക് ഒതുങ്ങുന്ന തന്നെ ഒരു ഹോം റെമഡി ഞാൻ പറഞ്ഞു തരട്ടെ. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഡോക്ടർ ആതിര യെസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഹോം റെമഡി എന്ന് പറയുമ്പോൾ നമ്മുടെ കൈക്കുമ്പിളിൽ കിട്ടുന്ന സാധനങ്ങൾ എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് പേര് പരീക്ഷിച്ച് വിജയിച്ച പണ്ടത്തെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ സിമ്പിളാണ്. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പീസാണ്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാനിത് പറഞ്ഞുതരാം. നമുക്ക് വളരെ സുലഭമായി കിട്ടുന്ന കറുത്ത എള്ള് മേടിച്ച് നല്ലോണം കഴുകി, ഇപ്പം മഴക്കാലമൊക്കെ അത് നല്ലപ്പോൾ ഉണങ്ങാൻ കഴിയില്ല, അതൊന്നും സാരമില്ല, നമ്മളതൊന്ന് തോരാൻ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി വറക്കൂലേ, അതുപോലെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ശീതവീര്യമാണ്, അതായത് നമ്മുടെ ബോഡിക്ക് കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ പറയുന്നത്. പണ്ട് മുതലേ ഉള്ള ആൾക്കാർ ഉപയോഗിച്ച് വരുന്നതും അതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഇത് സ്ത്രീകൾക്ക് ഇപ്പം നമ്മുടെ പീരീഡ്സ് പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെങ്കിൽ പീരീഡ്സ് ക്രാമ്പ് ഉള്ളവർക്ക് അവർക്കൊക്കെ ഈ എള്ള് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ്. നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ലൊരു പൊട്ടുന്ന ഒച്ച കേൾക്കും. അന്നേരം അത് പാകമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മെല്ലെ കുറച്ച് കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പം നനവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നല്ലോണം മാറണം. കാരണം നമുക്കിത് കുറച്ച് ദിവസത്തിന് വെക്കാനുള്ളതല്ലേ, പൂത്തൊന്നും പോവരുതല്ലോ. ഇനിയിപ്പം അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർ നമുക്കിത് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. ഡെയിലി ഒരെണ്ണം വീതം കഴിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹെയർ ഫോള്, ഇപ്പം പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളൊക്കെ ഇല്ലേ, പ്രസവിച്ച് മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ ഒരുപാട് ഹെയർ ഫോൾ വരുന്നുണ്ട്. ഇപ്പം ഞാനും ആ ഒരു സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ പരീക്ഷിച്ചതാണ്. എനിക്ക് ഭയങ്കര ഹെയർ ഫോളായിരുന്നു. അന്നേരം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസം വന്നു. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണ്ടേ, അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ജാഗറി പൗഡറാണ്. ഇത് നമുക്ക് വളരെ സുലഭമായിട്ട് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ സാധാ വെല്ലം പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഉരുക്കി അരിച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ മക്കൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ജാഗറി പൗഡർ മേടിച്ചത് കൊണ്ട്, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ടും ഞാനത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പം നമ്മുടെ എള്ള് നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. തണുത്തിട്ട് വേണം നമുക്കത് മിക്സിയിലടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ ചിരകിയത് വേണം. പിന്നെ ബദാം നമുക്ക് വേണമെങ്കിൽ ബദാം എടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ബദാം, ഫ്ലാക്സ് സീഡ്, നമ്മുടെ കുക്കുംബർ സീഡ്, സൺഫ്ലവർ സീഡ്, കുക്കുംബർ സീഡല്ല, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലാക്സ് സീഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇല്ലാത്തവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ എള്ള് തന്നെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം അതുണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പം നമ്മൾ നല്ല നാടൻ കറിവേപ്പില കഴുകി ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി എടുത്താൽ കറിവേപ്പിലയും റെഡിയാണ്. ഈ കറിവേപ്പില, ചെറിയുള്ളി, ഇതെല്ലാം മുടിക്ക് ഭയങ്കര ഗുണമാണ്. വെറുതെ ചെറിയുള്ളി നീരെടുത്ത് തലയിൽ തേച്ചാൽ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. കൂളിംഗ് എഫക്റ്റ് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ നിൽക്കുവാനും താരൻ മാറുവാനും ഒക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇവയൊക്കെ തന്നെയാണ്. അങ്ങനെ മുടിയെക്കുറിച്ച് കൂടുതൽ കെയർ ടിപ്സ് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട എണ്ണ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം. അപ്പോൾ ഇത് മെയിനായിട്ട് മുടി ഹെയർ ഗ്രോത്ത് ഉണ്ടാകുവാനും ഹെയർ ഫോള് തടയുവാനും വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി നമ്മളിപ്പോൾ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഇത് ഒരെണ്ണം എടുത്ത് കഴിക്കുക. അപ്പം രണ്ടുണ്ട് കാര്യം, വിശപ്പും മാറും, നമ്മുടെ ഉള്ളിൽ നല്ല ഹെൽത്തും വരാനായിട്ടുള്ള ഒരു റെമഡിയാണ്. നമ്മൾ അങ്ങനെ കറിവേപ്പില നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തു. ഇനി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ
വറുത്തുണക്കി വെച്ചേക്കുന്ന എള്ളിട്ട് കൊടുക്കുക. എള്ളിട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്തത് നമുക്ക് നേരത്തെ വറക്കാൻ ഉപയോഗിച്ച ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വേണം ഉരുട്ടാനായിട്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയിരിക്കുന്ന എള്ളും ഈ ബദാമും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതും നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ബാക്കി മിക്സിനകത്തോട്ട് ഇട്ട് യോജിപ്പിക്കുക. അങ്ങനെ നല്ലോണം യോജിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ബാക്കി നമ്മുടെ ജാഗരി പൗഡറും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം വാഷ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ട ഉരുട്ടാൻ പാകമാകും. നമ്മൾ ഉണ്ട പിടിച്ച് സ്റ്റോർ ചെയ്യുക. നല്ല ഗ്ലാസ് ബോളിലോ അങ്ങനത്തെ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് നമ്മളങ്ങനെ റിസ്ക് എടുക്കേണ്ട, നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പം ദിവസം ഓരോന്ന് കഴിച്ചാൽ മതി. കുഞ്ഞു മക്കൾക്ക്, നമുക്ക് പെൺമക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. മക്കൾക്ക് കഴിക്കാം, അമ്മമാർക്ക് കഴിക്കാം, മുത്തശ്ശിമാർക്ക് കഴിക്കാം. ഇനിയിപ്പോൾ ബോയ്സിന് വേണമെങ്കിൽ അവർക്കും കഴിക്കാം.